ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും V4U ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാട്ടർ ഓവർഫ്ലോ അലാറമാണ്. അതായത് ഈ നമ്മുടെ വാട്ടർ ടാങ്കിലൊക്കെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് കളയുമ്പോഴത്തേക്ക് ഒരു അലാറം തരും. ആ ഒരു ഡിവൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നേരെ മേക്കിങ്ങിലേക്ക് വിടാം. നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു ബ്രെഡ് ബോർഡാണ്. ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻസ് നേരത്തെ ഉള്ളൊരു വീഡിയോ പറഞ്ഞിരുന്നു. അടുത്തതായിട്ട് നമുക്കൊരു ബാറ്ററി വേണം. ഇപ്പോൾ 7.4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അത് കഴിഞ്ഞൊരു ബസർ വേണം. ബസറിൻ്റെ ലോങ് ലെഗ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, മറ്റേ ലെഗ് നെഗറ്റീവ്. അത് കഴിഞ്ഞിട്ട് ഒരു LED വേണം. അതിൻ്റെയും ലോങ് ലെഗ് പോസിറ്റീവും ഷോർട്ട് ലെഗ് നെഗറ്റീവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു റെസിസ്റ്ററാണ്. ഇതിപ്പോൾ എടുത്തിരിക്കുന്ന 220 ohmസിൻ്റെ ഒരു റെസിസ്റ്ററാണ്. അത് കഴിഞ്ഞിട്ടൊരു ട്രാൻസിസ്റ്റർ വേണം. ഈ ട്രാൻസിസ്റ്ററിൻ്റെ പേര് BC547 എന്നാണ്. അപ്പോൾ അതിന് 3 ലെഗാണുള്ളത്. BC547 അതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഫ്ലാറ്റ് സൈഡ് നമ്മൾ നോക്കി പിടിക്കുമ്പോൾ ഇതാണ് ഓർഡർ: കളക്ടർ, ബേസ്, എമിറ്റർ. ഇതാണ് അതിൻ്റെ 3 പിന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 ജമ്പർ വയേഴ്സാണ്. ആ ജമ്പർ വയേഴ്സിൻ്റെ ഒരറ്റം മെയിലായിരിക്കണം, മറ്റേ അറ്റം ഏതാണെങ്കിലും പ്രശ്നമില്ല. അതിൻ്റെ പ്ലാസ്റ്റിക് ക്യാപ്പ് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. അത് കോണ്ടാക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ബ്രെഡ് ബോർഡിലേക്ക് നമ്മുടെ ബസർ ഇറക്കി വയ്ക്കാം. അപ്പോൾ ബസർ വയ്ക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ലെഗ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം വയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് ഈ ബസറിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനൽ ഇറക്കി വയ്ക്കാം. അതായത് ഇപ്പോൾ ബസറിൻ്റെ പോസിറ്റീവും ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറും കൂടെ ഇപ്പോൾ കണക്റ്ററാണ്. ഒരേ സീരീസിലുള്ള കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടും തമ്മിൽ ഇപ്പോൾ കണക്റ്ററാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ എമിറ്ററിലേക്ക് നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കാം. പിന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്ത് ബസറിൻ്റെ നെഗറ്റീവ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് LED വയ്ക്കണം. LED വെക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ വേണം LED വയ്ക്കാനായിട്ട്. ഇപ്പോൾ ആ ഇടയ്ക്കൊരു കട്ട് പോലെ കാണാൻ പറ്റും. ആ സ്ഥലത്ത് കണക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഒരു പാർട്ടിലാണ് LED ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നമ്മളൊരു റെസിസ്റ്റർ കൊടുത്ത് അതിലോട്ട് LED കൊടുത്തു. അപ്പോൾ LEDയിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അടുത്ത നമുക്ക് ആ നേരത്തെ എടുത്ത ജമ്പർ വയേഴ്സ് എടുത്ത് ഒരെണ്ണം ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൊടുക്കണം, മറ്റേത് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ കൊടുക്കണം. ഇത് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് എന്നുള്ള ഒരു ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. സോറി, ആ LED ഇളകി പോയി. LED എടുത്ത് പഴയതുപോലെ തന്നെ വയ്ക്കാം. അതായത് LED നെഗറ്റീവ് ബസറിൻ്റെ നെഗറ്റീവിലോട്ടും പോസിറ്റീവ് റെസിസ്റ്ററിലോട്ടും. അപ്പോൾ നമുക്ക് ഈ കണക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, സൗണ്ടും കേൾക്കുന്നുണ്ട്, LED കത്തുന്നുണ്ട്. അപ്പോൾ സർക്യൂട്ട് വർക്കിംഗ് ആണ്. അടുത്ത ഇനി നമ്മുടെ മെയിൻ പർപ്പസിലോട്ട് പോകാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ 2 ജമ്പർ വയേഴ്സും ഇറക്കി വയ്ക്കാം. അപ്പോൾ വെള്ളം പൊങ്ങി വരുമ്പോഴത്തേക്ക് രണ്ടിനും തമ്മിൽ ഇലക്ട്രിക് കോണ്ടാക്റ്റ് വരും. അപ്പോൾ ബസർ കേൾക്കും. ഇത് ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ അല്ല, വാട്ടർ ഓവർഫ്ലോ അലാറമാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെവലിനേക്കാളും വെള്ളം എപ്പോഴെങ്കിലും കൂടിയ അലാറം കേൾക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കോണ്ടാക്റ്റ് പോകുമ്പോഴത്തേക്ക് ആ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലുള്ള പ്രോജക്ട്സ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.